സുരക്ഷിതമായ കെട്ടിടമില്ലാത്തതിനാൽ കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ മീൻചന്തയിലേക്ക് മാറ്റുന്നു. ഫയർ സ്റ്റേഷന്റെ സ്ഥാനമാറ്റം തീപിടുത്തമുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം വൈകുമെന്ന ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഫയർ സ്റ്റേഷൻ നിലനിർത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. 22 വർഷത്തിന്റെ 40 വൻ തീപിടുത്തങ്ങളാണ് നഗരത്തിലുണ്ടായത്. 3 വർഷം മുമ്പ് ഇത് പൊളിച്ചിട്ട് പുതിയ കെട്ടിടം പണിയുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനിയും അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്ന ലക്ഷണവും കാണുന്നില്ല. ഇപ്പം നിലവിലുണ്ടായിരുന്ന ഒരു യൂണിറ്റ് പോലും വെള്ളിമാട് ഒന്നിലേക്കോ അല്ലെ മീൻചന്തിലേക്കോ മാറ്റാൻ പോകുക. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം വ്യാപാരി സമൂഹത്തിന് വലിയ പ്രയാസമുണ്ട്. മിഠായിത്തെരുവിലുണ്ടായ തീപിടുത്തം, ആ തീപിടുത്തത്തിൽ നമ്മുടെ പിന്നീട് അങ്ങോട്ടുണ്ടായ എല്ലാ തീപിടുത്തവും നിയന്ത്രിക്കുന്നത് എയർപോർട്ടിൽ നിന്ന് വരുന്ന അത്യാധുനിക സംവിധാനമുള്ള ഫയർ എഞ്ചിനുകളാണ്. ഇത് ടൗണിൻ്റെ അകത്ത് നിന്ന് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന എത്തിപ്പെടുന്ന സമയം, ആ സമയം വളരെ വലുതാണ്. അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ അധികാരികൾ, കേരള ഗവൺമെൻറ് ആയാലും കോർപ്പറേഷൻ ആയാലും ഇത് കോഴിക്കോട് നഗരത്തിൽ തന്നെ നിലനിർത്തണം. സിനോജ് തോമസ് ആണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സിനോജ്, 40 തീപിടുത്തങ്ങൾ, അതിൽ പലതും കോഴിക്കോട് നഗരത്തെ തന്നെ ആകെ ടെൻഷനിലാക്കിയിട്ടുള്ളതാണ്. മിഠായി തെരുവൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ തിരക്കുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നഗരത്തിലൊരു ഫയർ സ്റ്റേഷൻ ഇല്ലെങ്കിൽ അതൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നതിൽ തർക്കമില്ല അല്ലേ സിനോജ്? തീർച്ചയായിട്ടും വിനീത, ഈ നഗരത്തിൽ, കോഴിക്കോട് നഗരത്തിൽ ഒരു അപകടമുണ്ടായില്ല. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആദ്യം ഓടിയെത്തി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന രക്ഷകരാണ് കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷനിലെ ഈ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്. പക്ഷേ അവർ കഴിഞ്ഞ 3 വർഷത്തോളം അവരുടെ ജീവൻ പണയം വെച്ചാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടത്തിൽ ഇവിടെ നിന്നത്. അവസാന നിമിഷം വരെ പകരം ഒരു കെട്ടിടം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവരിവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കും കോഴിക്കോട് കോർപ്പറേഷൻ യോഗം നടത്തി. പക്ഷേ പകരം സ്ഥലം അവർക്ക് അനുവദിക്കാൻ സാധിച്ചില്ല. അതോടുകൂടിയാണ് ബീച്ച് ഫയർ സ്റ്റേഷൻ പൂർണ്ണമായിട്ട് മീൻചന്തയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെയുള്ള സാധന സാമഗ്രികൾ മാറ്റി തുടങ്ങിയിരിക്കുന്നു. ആകെ അവശേഷിക്കുന്നത് ഒരു യൂണിറ്റ് മാത്രമാണ്. ഇതിനു മുൻപ് 8 യൂണിറ്റ് ഉണ്ടായിരുന്ന ഫയർ സ്റ്റേഷനാണ്. ബാക്കി 7 യൂണിറ്റും ഇവിടെ നിന്ന് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. അവസാനത്തെ യൂണിറ്റ് കൂടി ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും നഗരത്തിൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടിയെത്താൻ ഇനി മീൻചന്തയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അതായത് ഇതിനു മുൻപ് ഈ വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുൻപ് മിഠായി തെരുവിൽ മാത്രം ചെറുതും വലുതുമായ 7ഓളം തീപിടുത്തമാണ് ഉണ്ടായത്. ജയലക്ഷ്മി സിലിസിൽ തീപിടുത്തം ഉണ്ടാകുന്ന നമ്മൾ കണ്ടതാണ്. മൊഫീസിൽ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തം ഉണ്ടാകുന്ന നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിലൊക്കെ തന്നെ ആദ്യം ഓടിയെത്തിയത് ഈ ബീച്ചിലുള്ള രക്ഷകരാണ്. പക്ഷേ ഇനി അവർക്ക് ഇവിടെ തുടരാൻ കഴിയില്ല. കാരണം ഇവിടെയുള്ള കെട്ടിടം തന്നെ പൂർണ്ണമായി ഇടിഞ്ഞു വീഴാറായ സാഹചര്യത്തിലാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഫയർഫോഴ്സ് പൂർണ്ണമായും പോകുന്നത്. ഏതായാലും കോഴിക്കോട് കോർപ്പറേഷന് വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. സ്റ്റേഡിയം അനുവദിക്കാൻ തീരുമാനിച്ചു, പക്ഷേ ഫുട്ബോൾ അസോസിയേഷൻ അത് കൊടുക്കാൻ തയ്യാറല്ല. ഈ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവ് ചേരുന്നുണ്ട്. ഒരു വലിയ വീഴ്ച ഇവിടെ സംഭവിച്ചില്ല. കാരണം നഗരത്തിൽ ആദ്യം ഓടിയെത്തേണ്ട രക്ഷകരാണ് രക്ഷയില്ലാതെ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവരെ കണ്ട് നേരിട്ട് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം ആ നിമിഷം തന്നെ റീജിയണൽ ഫയർ ഓഫീസറെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത ദിവസം റീജിയണൽ ഫയർ ഓഫീസർ മേയറെ കോർപ്പറേഷൻ ഓഫീസിൽ വന്ന് കാണുകയും സ്റ്റേഡിയത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കാമെന്നുള്ള ഉറപ്പ് മേയർ നൽകുകയും ചെയ്തു. പിന്നീട് അതിൽ നിന്ന് പെട്ടെന്നൊരു മറച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന്. കോർപ്പറേഷനിൽ കോഴിക്കോട് നഗരത്തിൽ ഒരു സ്ഥലം പോലും ഫയർഫോഴ്സിന് കണ്ടെടുത്ത് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കോർപ്പറേഷന് തികഞ്ഞ പരാജയം തന്നെയാണ്. കാരണം നഗരത്തിൽ ഇത്രയധികം തീപിടുത്തവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും ഇതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ള ധാർമ്മിക ദൗത്യം നമ്മൾ കോർപ്പറേഷൻ ഏറ്റെടുക്കേണ്ടതാണ്. അതുപോലും ചെയ്തിട്ടില്ല. കോഴിക്കോട് പല സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും പണി തുടങ്ങാത്ത നമ്മുടെ ടാഗോർ സെൻറ്ററിനുള്ള സ്ഥലം കിടക്കുക. ഏതായാലും അവിടെ പണി തുടങ്ങുന്നില്ല. താൽക്കാലികമായിട്ട് വർഷത്തിനുള്ളിൽ ഇവിടെ അടുത്ത നമ്മുടെ മറ്റുള്ള വർക്കുകൾ എത്രയും പെട്ടെന്ന് നടത്തി ഇവിടെ ഫയർ സ്റ്റേഷൻ നമുക്ക് യാഥാർത്ഥ്യമാക്കി തരാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മിനിസ്റ്റർ. അപ്പോൾ ഇതിനിടയിൽ നമ്മളൊരു സ്ഥലം എവിടെയെങ്കിലും കണ്ടെത്തി കൊടുക്കാമെന്നുള്ള ആ ഒരു ദൗത്യം പോലും നിർവഹിക്കാത്ത ഈ കോർപ്പറേഷൻ നടപടി ശരി പ്രതിഷേധാർഹമാണ്. തീർച്ചയായിട്ടും വിനീത, അതായത് സ്റ്റേഡിയത്തിൽ സ്ഥലം അനുവദിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അവിടെയുള്ള കായിക പ്രേമികൾ സമ്മതിച്ചില്ല. കാരണം ഫുട്ബോൾ മത്സരം നടത്തുമ്പോൾ അത് സ്ഥലപരിമിതി ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സ്ഥലം കൊടുക്കാതിരുന്നത്. കല്ലൂത്താങ്കടവിലെ പാളയം മാർക്കറ്റ്, പുതിയ പാളയം മാർക്കറ്റിൽ സ്ഥലം നോക്കിയെങ്കിലും അവിടെയും സ്ഥലമില്ല എന്ന് കോർപ്പറേഷൻ പറഞ്ഞു. ബീച്ച് വെള്ളയിൽ ഭാഗത്തുള്ള ഫിഷറീസിൻ്റെ സ്ഥലം നോക്കിയിരുന്നു, അവിടെയും കിട്ടാതെ. അങ്ങനെയാണ് സ്ഥലമില്ലാതെ ഈ ഫയർഫോഴ്സിന് ഇവിടെ നിന്ന് മീൻചന്ത സ്റ്റേഷനിലേക്ക് മാറേണ്ട സാഹചര്യം വന്നത്. ഇവരെ ഇവിടെ നിന്ന് പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ പുതിയ കെട്ടിടം ഫയർഫോഴ്സിന് ഇവിടെ നിർമ്മിക്കാൻ കഴിയുള്ളൂ. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഈ കാണുന്ന തകർന്നു വീഴാറായ പഴയ കെട്ടിടത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരും ജീവൻ പണയം വെച്ചാണ് ഇത്രയും ദിവസം ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ അവർ ഇന്ന് മീൻചന്തയിലേക്ക് മാറാൻ വേണ്ടി ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു. അവർ കിടക്ക ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്ത് ഓഫീസ് ഫയലുകളൊക്കെ തന്നെ എടുത്തുകൊണ്ട് അവർ ഇവിടെ നിന്ന്
മാറുകയാണ്. ഇനി ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ മീൻചന്തയിൽ നിന്ന് വേണം ടൗണിലേക്ക് വരാൻ. 8 കിലോമീറ്റർ മാത്രമാണ് മീൻചന്തയിലേക്കുള്ള ദൂരം. പക്ഷേ ദൂരമല്ല പ്രശ്നം, ഗതാഗത കുരുക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സിന് പോലെ ഓടിയെത്താൻ കഴിയാത്ത വിധത്തിൽ പീക്ക് ടൈം ആണെങ്കിൽ വലിയ ഗതാഗത കുരുക്കാണ് സാധാരണ കോഴിക്കോട് നഗരത്തിൽ ഉണ്ടാകാറുള്ളത്. വിനീത, ശരി, സിനോജാണ്. വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഒരു ഫയർഫോഴ്സ് സ്റ്റേഷൻ അല്ലേ, എവിടെ ആയാൽ എന്താ എന്ന് ചിന്തിക്കാമെങ്കിൽ പോലും ഒരു തീപിടുത്തം ഉണ്ടായാൽ സെക്കൻഡുകൾക്കകം അവിടെ എത്തുക എന്നതാണല്ലോ വേണ്ടത്. അതിൽ ആണ് ഇപ്പോൾ പലരും ആശങ്ക രേഖപ്പെടുത്തുന്നത്. നമുക്ക് ഏതായാലും ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം.